സബ്ജക്റ്റിൻ്റെ പേര് എഞ്ചിൻ ഡ്രൈവറെ സ്നേഹിച്ച പെൺകുട്ടി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു എഞ്ചിൻ ഡ്രൈവറും ഒരു പെൺകുട്ടിയാണ് പ്രധാന കഥാപാത്രം. അവരുടെ പ്രണയത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങളുടെ ഒരു ചെറിയ സബ്ജക്റ്റാണ്. ഒരു പക്ഷേ സിനിമയുടെ ആരംഭം ഒരു തീവണ്ടിയാണ്. അതിന് ഒരുപാട് ബിൽഡപ്പുകൾക്കുള്ളിൽ ഒരു ബോഗിയിൽ ഒരു വിൻഡോ സൈഡിൽ വളരെ ഗ്ലൂമിയായിട്ട് ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടു. അവളുടെ ഫീലിങ്സിൻ്റെ ഒരു ഭാഗമായി വണ്ടിയിൽ ഗഞ്ചറകുട്ടി പാടുന്ന ഒരു ചെറിയ പയ്യനുണ്ടാവാം. വണ്ടിയിലെ മറ്റ് യാത്രക്കാരായിട്ട് ടെക്നീഷ്യന്മാരെ പരിചയപ്പെടുത്തുകയും ടൈറ്റിൽ ഉപയോഗിക്കാം. അവളുടെ ചുറ്റപ്പുറം തോന്നിപ്പിക്കുന്ന ഒരാൾ കൂടി ആ ട്രെയിനിലുണ്ട്. ഇവരുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ബോംബെയിൽ നിന്ന് ഒരു ഡെഡ് ബോഡി ട്രെയിനിൽ കൊണ്ടുവരിക, അത് ഇവരുടെ അച്ഛനാണ്. അങ്ങനെ നമ്മളെ സൗത്തിലോ അല്ലെങ്കിൽ എവിടെയോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുകയും ഇവരൊക്കെ പുറത്തോട്ടിറങ്ങി ഒന്ന് രണ്ട് ബന്ധുക്കൾ ഇവളുടെ ചേച്ചി ഹസ്ബൻഡ് ഒക്കെ വന്ന് നടക്കുന്നു. ഈ ബോഡി എടുക്കുന്നൊരു സ്ഥലത്ത് ഇവൾ പരതി നോക്കുന്നുണ്ട്, ആരെയോ അന്വേഷിക്കുന്നുണ്ട്. ആരെയും കാണുന്നില്ല, അവളുടെ കാഴ്ചപ്പാടിൽ ആരുമില്ല, അവൾ ഉദ്ദേശിക്കുന്ന ആളില്ല. തുടർന്ന് ഈ ബോഡിയുടെ ഒരു ശവടക്ക് ഘോഷയാത്രയുടെ ഒരു വലിയ ബ്യൂഗിളിനകത്ത് ടൈറ്റിൽ, സിനിമയുടെ ടൈറ്റിൽ വഴി സിനിമ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള കുറച്ച് അന്തരീക്ഷങ്ങൾ. ഇനി ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വ്യക്തത കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഇവള് എല്ലാത്തിനെയും വളരെ തമാശയായിട്ട് കാണുകയും വളരെ രസമായിട്ട് പെരുമാറുകയും അത്തരം കൗണ്ടറുകൾ പറയുകയൊക്കെ ചെയ്തൊരു പെൺകുട്ടിയാണ്. അവളുടെ അച്ഛൻ ബോംബെയിൽ പട്ടാളക്കാരനായിരുന്നു. ബോംബെയിൽ ഒരു വലിയ കമ്പനിയിലെ സെക്യൂരിറ്റി ഓഫീസർ. ഇവിടെ അവളുടെ വീട്ടിൽ അവളുടെ ചേച്ചിയുണ്ട്. ചേച്ചി ഭർത്താവ് ദുബൈയിലാണ്, ഒരു കൊച്ചുകുട്ടിയാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റാണ് നമ്മുടെ ഹീറോ. റെയിൽവേ സ്റ്റേഷനിൽ സൗത്തിൽ ഇറങ്ങിയിട്ട് മേൽപ്പാലം കിടക്കുമ്പോഴൊക്കെ ഒരുപാട് പേര് ഈ സ്പർശിക്കാനും നുള്ളാനും ഒക്കെ വരുമ്പോൾ ഇവൾ സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ പുറത്തിറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര തിരക്കിനിടയ്ക്ക് ഇവൾ പോലീസുകാരനൊക്കെ ഒന്ന് സൈറ്റ് ചെയ്താൽ അയാളെല്ലാം നിർത്തി ഇവൾക്ക് കൊടുക്കും. ഇവളൊരു നോട്ടം മാത്രം മതിയായിരുന്നു. ഇവളുടെ നൈൽ പോളിഷ് വേണം എന്നാണ് അവളുടെ ആഗ്രഹമെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള സെയിൽസ്മാൻമാരുള്ള സ്ഥലത്തെ അവൾ പോകുന്നു. ഈ ടെസ്റ്റിന് ഇട്ട് നോക്കും, അത് വാങ്ങുകയില്ല, പോവും, ശരി പിന്നെ വരാം. ഒരിക്കലും അവൾ സ്വന്തമായിട്ട് നൈൽ പോളിഷ് വാങ്ങിച്ചിട്ടില്ല. എല്ലാവരോടും ഇങ്ങനെ ഒരു പള്ളിയിൽ പോകും. പള്ളിയിൽ ചെറുപ്പക്കാരനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള അച്ഛനാണ്. നീ കുമ്പസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കും. വേണ്ടച്ചോ, പാപമൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. ഇവളുടെ മെമ്മറിയിൽ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അച്ഛൻ ഒരു ബൈക്കിൽ പോയിരുന്നെങ്കിൽ ഒരു സിനിമ കാണാൻ പോയതിനായി ഇത്രയാണ് ഈ മൊത്തമുള്ള ഓഹയിട്ട് ശരീരം മറച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോകും. അത് ശരീരം മൊത്തം രോമമുള്ള അതിസുന്ദരനായിട്ടുള്ള പൂജാരിയെ കാണാൻ. അയാൾ പ്രസാദം കൊടുക്കുമ്പോൾ അവൾ ശരീരം മുഴുവൻ കണ്ണാൽ വീഴും, അയാളും തിരിച്ചൊരിയും. ഒരിക്കൽ മൊബൈൽ നമ്പർ വരെ പ്രസാദത്തോടൊപ്പം അയാൾ കൊടുക്കുകയും ഇവളെ തിരിച്ചുകൊണ്ട് വലിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ്. ഇവൾ നഗരത്തിലേക്ക് വരുന്നത് ഒരു ഗ്രാഫിക് ഡിസൈൻ ഒരു ഓഫീസ് വർക്ക് ചെയ്യാനായിട്ട്. അവിടെ ഇവൾക്കൊരു കൂട്ടുകാരി. ഇവർ വളരെ തമാശകളെല്ലാം പറയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓണറായിട്ടുള്ള ആൾ കുറച്ച് വൃദ്ധനായിട്ടുള്ള വളരെ സരസനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാളോട് അവൾ പറയും, എൻ്റെ സാറേ, രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള സുന്ദരമായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരെ കൂടെ വെക്ക്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ്, ഒരാൾ വെക്കാം, ഒരാൾ ഞാനുണ്ടല്ലോ. അപ്പോൾ അവളുടെ കമൻറ്റ്, അങ്ങനെയാണെങ്കിൽ അത് അവളോട് ചോദിക്കണം, സാറ് മതിയോ. ഈ വീട്ടിലാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അയാളുടെ മെമ്മറിയിലപ്പോൾ ഒരു ഓർമ്മയുണ്ട്. ഒരിക്കലും ഒരു മഴക്കാലത്ത് ഇവളുടെ കൈ പിടിച്ച് ഇവളുടെ അച്ഛൻ പപ്പ വീട്ടിൽ വന്നിട്ട്, അത് അയാളുടെ ഭാര്യ മരിച്ചതിൻ്റെ ആണ്ടിൻ്റെ അന്ന് ഞാൻ ബോംബെക്ക് തിരിച്ചു പോകണം, എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. ഇവളുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നോളും, അയാൾ ദുബൈയിലാണ്, അവൾക്കൊരു കൂട്ടുമാകും. പക്ഷെ ഒരു തൊഴിലെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർ. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടൊരു മെമ്മറി കിട്ടിയാണ്. പക്ഷെ ഇയാൾ അതുകൊണ്ട് തന്നെ വളരെ ഫണ്ണിയായിട്ട് ഇടപെടുകയും എന്നാലും അച്ഛൻ സ്ഥാനത്ത് തന്നെ നിൽക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പെൺകുട്ടിയാണ്. ഇതാണ് ഇവരുടെ അന്തരീക്ഷം. ഇവിടെയാണ് ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിട്ട് ഇവൾക്ക് അടുപ്പമുണ്ടാകുന്നത്. ലോക്കോ പൈലറ്റിൻ്റെ ഒരു ക്യാരക്ടർ, അയാൾക്കൊരു അമ്മയുണ്ടെന്ന് റെഫറൻസ് ഉണ്ട്. പക്ഷെ അയാൾ എവിടുന്ന് വരുന്നു, അയാൾ എന്താണെന്ന് ഈ സിനിമയിൽ ഒരു സ്ഥലത്തും അത് പറയുന്നില്ല. അയാൾ എല്ലാ ദിവസവും ഫ്രണ്ടിൽ വന്ന് ഇവൾ പാസ് ചെയ്യുമ്പോൾ നോക്കും, ചിരിക്കും, കൈ കാണിക്കും.
ഇവരുടെ ബന്ധം അങ്ങനെ പതുക്കെ 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 ഡെവലപ്പ് ആകും. ഒരിക്കലും ഇയാൾ ട്രെയിനിൽ നിന്നിട്ട് കൈ കാണിക്കും, 5 മണി 1ാമത്തെ പ്ലാറ്റ്ഫോം. നമുക്ക് മനസ്സിലായി ഇവള് കഥകളി കുറച്ചറിയാവുന്ന, അല്ലെങ്കിൽ കഥകളിക്കാരുടെ കുടുംബത്തിൽ നിന്നിരുന്ന കൂട്ടുകാരോട് ചോദിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. ചെല്ലുമ്പോൾ അയാളവിടെ ഉണ്ട്. പക്ഷെ ഇയാളെ പറ്റി അയാളെ കാണാതെ മറ്റൊരു വഴിക്ക് യാത്ര ചെയ്ത് ഏതോ ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ഒരു ഇതിന് വേണ്ടിയിട്ട് മാറുന്ന സമയത്ത് അപകടം പറ്റിയും ഇയാളാണ് രക്ഷപ്പെടുത്തത്. അപ്പോൾ ഒന്ന് താഴെ നിർത്തി ഞാനൊന്ന് പോട്ടെ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ എന്നൊക്കെ ആയി. എന്താ ചെയ്യുമ്പോൾ മസാല ദോശ ഭയങ്കര ഭ്രാന്താണ്. ആരെ കിട്ടിയാലും മസാല ദോശ. അവരുടെ ബന്ധത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഈ റെയിൽവേ സ്റ്റേഷനിലെ സസ്യബോധനശാലയിലെ മസാല ദോശ കഴിക്കുന്ന ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്നുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു സ്ത്രീധനം എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഞാനത് മാനേജ് ചെയ്തോളാം ഈ പൈസയൊക്കെ എന്നാണ് അയാൾ പറയുന്നത്. അവർ തമ്മിൽ അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പാകും. ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ലോകോപയായിട്ടുണ്ടെന്ന് ഗ്രാഫിക്സ് മുതലാളികളോട്, കട നടത്തുന്ന മുതലാളികളോടും ഒക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്, വീട്ടിലും പറയുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാളം തെറ്റും, ശരിയല്ല ആരോ ഒരാൾ എന്ന മട്ടിലാണ്. പക്ഷെ ഇവൾ സങ്കല്പിക്കുന്നത് ഒരു നല്ല താടിയും മുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് യേശുവിൻ്റെ രൂപം ഉണ്ടായേനെ. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായി കഴിയുമ്പോൾ ഇവളുടെ വീട്ടിൽ അച്ഛൻ പപ്പ ബോംബെ എന്നൊക്കെ തീരുമാനിക്കാൻ കല്യാണം കഴിപ്പിക്കും. അപ്പോൾ ത്രില്ലാവാണ്. ഇനി ആ കല്യാണം കഴിക്കാൻ പെണ്ണുകാണൽ ചടങ്ങ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആ പെണ്ണുകാണൽ ചടങ്ങ് നടന്നിട്ടുള്ള സിനിമകളുടെ CD ഒക്കെ വെച്ചിട്ടുള്ളൂ. അതൊക്കെ അനുകരിച്ച് അങ്ങനെ പെണ്ണുകാണൽ നിൽക്കുക ത്രില്ലായിട്ട് വരുന്നു, കാണും ഒക്കെ പോകും. ഇത് ലോകോപയുടെ അടുത്ത് പറയുന്നുണ്ട്, കൊള്ളം നല്ല ചെറുക്കനാണ്, ആവറേജ് ഇരുന്നറം നല്ല പയ്യൻ, കുഴപ്പമില്ല, എത്രയോ ലക്ഷം രൂപ സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിരിക്കുന്നു, ചോദിച്ചിരിക്കുന്നു, ഇത്ര സ്വർണ്ണം ചോദിച്ചിരിക്കുന്നു. അങ്ങനെ അയാൾ പറയും എനിക്കൊന്ന് സംസാരിക്കണം. ഈ വന്ന വരൻ ഇതേ കോഫി ഷോപ്പിൽ അവർ സംസാരിക്കാനിരിക്കുമ്പോൾ ലോകോപയുടെ അടുത്ത് പറയും നീ കൂടി ഒന്ന് വന്ന് ഞങ്ങൾ സംസാരിക്കുന്ന കാണണം, ഒന്നും ജഡ്ജ് ചെയ്യണമെന്ന്. അവർക്കൊരു താല്പര്യമില്ല. പക്ഷെ അയാൾ വരുന്നുണ്ട്, വരനുമായി അപ്പുറം എടുത്തിട്ട് മസാല ദോശ തന്നെ ഓർഡർ ചെയ്യും. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു ടേബിളിൽ ലോകോപയായിട്ട് വന്നിരുന്ന് കഴിയുമ്പോഴാണ് ഇവൾക്കൊരു സന്തോഷം. അപ്പോൾ ഇയാൾക്ക് പുറത്തേക്ക് സംസാരിക്കാനൊന്നുമില്ല, വരനാണ്. അയാൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര കൂത്ത പണമാണ്, ഇഷ്ടംപോലെ വാങ്ങിത്തരാം, പതുക്കെ മതി, പതുക്കെ ചെയ്താൽ മതി, എനിക്കൊരു കടയെ ഷോപ്പ് എടുക്കണം, വാടകയ്ക്കാണ്, അതിന് വാങ്ങണം, പിന്നെ അടുത്ത ഷോപ്പ് കൂടെ വാങ്ങണം, അപ്പോഴത്തേക്കൊക്കെ മതി. ഓക്കെ അങ്ങനെയാണ്. ധ്യാനത്തിനൊക്കെ പോകാറില്ലേ എന്ന് ഇവളോട്. ഞാൻ ധ്യാനത്തിനൊന്നും പോകാറില്ല, അവിടെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്ത് അത്ഭുതം അവിടെ നടക്കുന്നു? ഒരത്ഭുതം നടന്നാൽ മതി. അവിടെ കൂടിയ ചെറുപ്പക്കാരിൽ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ ഈ ചെറുപ്പക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊരു അത്ഭുതം നടക്കുന്ന എവിടെങ്കിലും ധ്യാന കേന്ദ്രം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പോവാം. അവിടെ വരനൊക്കെ അല്ലാതെ അയാളൊന്ന് മാനേജ് ചെയ്തിട്ട് അവൾ വിട്ടിട്ട് വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ ലോകോപയായിട്ട് പോകും. അപ്പോൾ അവൻ്റെ അടുത്ത് പറയും നീ ഒരു റൊമാൻറ്റിക് അല്ലല്ലോ, നീ എനിക്ക് ഇത് വാങ്ങിത്തരുന്നില്ല, അത് പാർക്കിൽ കൊണ്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ റൂമിലേക്ക് പോലും ഒന്ന് വിളിക്കണ്ടേ, എന്തിരിക്കുന്നു പാർക്കിലൊക്കെ, ഓ നീ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്നാണ് ഇവർ തമ്മിൽ. നീ അവനെ കെട്ടുപോകും, ആ കെട്ടിയാൽ കൊള്ളാം. ഇങ്ങനെയൊക്കെ ഒരു റിലേഷനിലാണ് പോകുന്നത്. ആ വരൻ ഇതോടുകൂടി ഇവൾ മതിയാക്കിയിട്ട് യാത്രയാവുകയും ചെയ്യും. ഇങ്ങനെ ഇവരുടെ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം പറയാതെ തന്നെ വളരെ തമാശയോടുകൂടി തന്നെ വല്ലാത്തൊരു വേറൊരു മൂഡിൽ നിന്നുകൊണ്ടുള്ള ഒരു ലെയറിൽ നിന്നുകൊണ്ടുള്ള സൗഹൃദം, വല്ലാത്ത ഡീപ്പ് ലെവൽ. എല്ലാ ദിവസവും ട്രെയിനിൽ ഓടിക്കുന്ന ട്രെയിനിൽ തന്നെ ഇവൾ യാത്ര ചെയ്യുന്നത്. ഇവളോട് പറയുന്നുണ്ട് വണ്ടിയുടെ മുമ്പിൽ ആത്മഹത്യ വരുന്നവരുടെ കണ്ണുകൾ ഇയാൾ കണ്ടിട്ടുള്ള കാര്യം. മാറിക്കോ എന്ന് തീവണ്ടിക്കുള്ളിൽ വിളിച്ചു വരാനല്ലാതെ വണ്ടി നിർത്താൻ പറ്റില്ല, വളരെ ശാന്തമായി വന്ന് മരിക്കുന്നവർ. ഇയാൾ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾ അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ 2 ദിവസം ബ്രേക്കാവുന്നു. ഇവിടെ വല്ലാതെ പ്രാന്താവുന്നു, മാനം നോക്കി നിൽക്കുന്നു, അവിടെ വീട്ടിനടുത്ത് കൂടി പോകുന്ന ട്രെയിനുകൾ നോക്കി നിൽക്കുന്നു. വല്ലാത്തൊരു ഫീൽ. അവർക്കപ്പോൾ തിരിച്ചറിയുന്നത് ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. തിരിച്ചയാൾ വരുന്ന സമയത്തും അവൾ ആ ഇഷ്ടം മറച്ചു വെച്ചിട്ട് വീണ്ടും നിഷേധത്തിൽ തന്നെ പെരുമാറുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ പറയുകയാണ് എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് അത് പഴയ ഓഫീസിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കോയമ്പത്തൂരേക്ക് ട്രാൻസ്ഫർ ആയി, ഞാൻ പോവുകയാണ്, ഇനി കണ്ടൊന്നും വരില്ല, ഞാനൊരു ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അയാൾ പോവുകയാണ്. ഇവളുടെ വീട്ടിനടുത്ത് കൂടി പോകുന്ന ഈ ട്രെയിനുകളിൽ അവൾ നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി പോകുന്നതിന് മുമ്പ് അവൾ പറയുന്നുണ്ട് നീ ഓടിക്കുന്ന ട്രെയിനിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. നമുക്ക് അങ്ങനെ ടെൻഡൻസി വർക്കൗട്ടാണ്. ഈ ട്രെയിനുകൾ നോക്കിയിരിക്കുന്ന സമയത്ത് ഇവരുടെ മെമ്മറിയിൽ അന്ന് ഓഫീസിൽ നിന്ന് പിരിയാൻ നേരത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്ന് അവൻ്റെ ഒരു ചോദ്യം. വാഷ് ബേസിൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ ചുംബിച്ചത് ഒരു ഓർമ്മ. ഇങ്ങനെ കുറേ ഓർമ്മകളാണ് അവൾ ജീവിക്കുന്നത്. ആ സമയത്താണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വരുന്നു, ചേച്ചിയും കൂടി തിരിച്ചു കൊണ്ടുപോകുന്നു. ആ രാത്രി ബോംബെയിൽ നിന്ന് ഫോൺ വരുന്നു, അച്ഛൻ മരിച്ചുപോയി. നമ്മളവിടെ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്താൽ, ഫ്ലാഷ് ഫോർവേഡ് ആയാൽ ഇവിടെ ഡെഡ് ബോഡി ഇറക്കി
ഈ ബ്യൂഗിളിൽ നിന്ന് സിമിട്രിയിലേക്ക് പോകും. സിമിട്രിയിൽ പെരുമഴ, ശവടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകും. നാൻസി നീ വരുന്നില്ലേ, എനിക്ക് നാളെ ഫൈറ്റാണ്, ചടങ്ങ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നാൽ ഈ ചേട്ടൻ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എനിക്ക് പപ്പായോട് എനിക്ക് സംസാരിക്കണം. ഇവർ പോയി കഴിയുമ്പോൾ നനഞ്ഞു നിന്നിട്ട് ചോദിക്കും, പപ്പ ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു. പതുക്കെ അവൾ തിരിയുമ്പോൾ അവൾ കാണുന്നത് നനഞ്ഞുകൊണ്ട് തന്നെ സിമിട്രിയുടെ വാതിക്കൽ ആ പടികളിൽ ലോക്കോ പൈലറ്റ് അടുത്തേക്ക് വന്ന് ചോദിക്കുന്നത്, ഇനി ഞാൻ കാത്തിരിക്കണോ, ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു മഴയത്ത്, ആ മഴയുടെ വല്ലാത്തൊരു ഫീലിംഗ്, ആ മരിച്ചു കിടക്കുന്ന ശവക്കളുടെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ തൽക്കാലം കഥ നമുക്ക് നിർത്താം.